വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമുക്കറിയാം ഇപ്പോൾ എക്സാംസിന്റെ സീസൺ ആണല്ലേ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവും, ടേം എക്സാംസ് നടത്തുന്നുണ്ടാവും. അങ്ങനെ ഇനിയിപ്പോൾ ഓണം വെക്കേഷന് മുന്നേ ആയിട്ട് നമുക്കൊരു ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സാമുകളുടെ ഈ നിര തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എപ്പോഴുള്ളൊരു പ്രശ്നമാണ് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എക്സ്പെഷ്യലി മാത്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഒരുപാട് മക്കൾക്ക് ഇപ്പോഴും ഒരു ടെൻഷനുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്സിൽ എങ്ങനെ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നാളെ എക്സാം എന്ന് പറയത്തില്ല. നമുക്ക് കുറച്ച് സമയം തരും അല്ലെ. സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം തരും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം നമ്മുടെ സ്കൂൾ തുടങ്ങി അല്ലേ. ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ ഓഗസ്റ്റ് അല്ലേ, നമുക്കിപ്പോൾ 2 months ആയിട്ടുള്ളൂ. ഈ 2 മാസത്തിനിടയ്ക്ക് മാക്സിമം പോയൊരു 4 ചാപ്റ്റർ നമുക്ക് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഈ ഒരു 4 ചാപ്റ്ററേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കും അല്ലെ. അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റേഴ്സ് 1 by 1. ഒരു ദിവസം ഞാൻ ടേബിളിൽ ഇരുന്ന് ഞാൻ ഇന്ന് എല്ലാ ചാപ്റ്ററും കൂടെ പഠിച്ചു കളയാം, തെറ്റാണ്. അങ്ങനെ തീരുമാനിക്കരുത്. ഒരു ദിവസം ഒരു ചാപ്റ്ററിലെ ചിലപ്പോൾ ഒരു പോർഷൻ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെ പഠിച്ചാലും മതി. പക്ഷെ പഠിക്കുന്ന കാര്യം കൃത്യമായിരിക്കണം, മനസ്സിലായിട്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ഞാൻ 4 ചാപ്റ്ററും പഠിച്ച് തീർക്കാം എന്ന് വിചാരിക്കരുത്. ഓരോ ചാപ്റ്റർ എടുക്കുക, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എക്സാം, അതായത് നമുക്ക് പറയാം ഓണത്തിന് മുമ്പ് ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ 4 ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങുക. അണ്ടർസ്റ്റാൻഡ് യുവർ ചാപ്റ്റേഴ്സ് 1 by 1. നെക്സ്റ്റ് വൺ, പ്രാക്ടീസ്. നെവർ ഗിവ് അപ്പ് ഓൺ പ്രാക്ടീസ്. എക്സ്പെഷ്യലി മാത്സിന്റെ കേസ് പറയുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് സ്കിപ്പ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ അറിയാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. യു വിൽ സ്റ്റക്ക് അല്ലേ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അത് പ്രാക്ടീസ്, നിങ്ങൾക്ക് അത് ശീലം ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരുപാട് ചോദ്യ പേപ്പറുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നാൽ യു വിൽ ഗോ ബ്ലാങ്ക് അല്ലെ. നിങ്ങൾ ബ്ലാങ്ക് ആയി പോകും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിന് മുന്നേ ഈ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണം അല്ലേ. ആ ബന്ധം എങ്ങനെ ഉണ്ടാക്കും? ബൈ പ്രാക്ടീസ്. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നെവർ ഗീവ് അപ്പ് ഓൺ പ്രാക്ടീസ്. അത് മാത്രമല്ല, സോൾവ് പ്രാക്ടീസ് പേപ്പേഴ്സ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ മിസ്സേ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുക? എടാ മക്കളെ, നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളുടെ വിരൽ തുമ്പുകളെല്ലാം കിട്ടും അല്ലെ. ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഒരു എക്സാമ്പിൾ ഒരു ടോപ്പിക് പഠിക്കുവാണെങ്കിൽ ആ ടോപ്പിക് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് GPTനോട് പറയാം ഗീവ് മീ സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. ചാറ്റ് GPT തരും അല്ലെങ്കിൽ ഗൂഗിൾ തരും. അതെടുക്കുക, ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ഒരുപാട്. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ ഈ കാണുന്ന ഫുട്ബോൾ പ്ലെയേഴ്സും ക്രിക്കറ്റ് പ്ലെയേഴ്സും ഒന്നും ഒരൊറ്റ സുപ്രഭാതത്തിൽ ഉണ്ടായവരല്ല. അവർ കീപ്പ് ഓൺ പ്രാക്ടീസ് അല്ലേ. അവർ ചെറുപ്പം മുതലേ ഇത് പ്രാക്ടീസ് ചെയ്ത് അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് അത്രയും ഹൈ ലെവലിൽ അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നെവർ ഗിവ് അപ്പ് ഓൺ പ്രാക്ടീസ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. ഇനി ഇതിലൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ യു ഹാവ് വൺ മോർ സൊല്യൂഷൻ. അതെന്ന് പറയുന്നത് ഹെൽപ്പ് യുവർ സ്റ്റുഡൻസ്, ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ് ഇൻ സ്റ്റഡീസ്. ഏറ്റവും അഡ്വാൻസ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. നിങ്ങൾക്കൊരു കാര്യം പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഓക്കെ, ഒന്നും പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഇത് മാത്രമാണ്. നിങ്ങളൊരു സാധനം പഠിക്കുക, ആ പഠിച്ച അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെയോ നിങ്ങളുടെ പാരൻസിനെയോ അടുത്തിരുത്തി അത് നിങ്ങൾ അവരെ പഠിപ്പിക്കുക. അവരോട് ചോദ്യം ചോദിച്ചോ, നിങ്ങൾ പഠിക്കുക, അവരോട് ചോദ്യം ചോദിക്കുക, അവർ ഉത്തരം പറഞ്ഞില്ലേ ഒരു അടിയും കൊടുക്കുക. സ്ട്രോങ് ആയിരുന്നു, മെല്ലെ അടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സാധനം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഇത് ഈ ഒരു മാത്സിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ച് അപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സിനെ, പാരൻസിനെ, ഫ്രണ്ട്സിനെ ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കുക. നിങ്ങൾക്ക് ആ സാധനം ഒരിക്കലും മറക്കാത്ത വിധം തലയിൽ സ്റ്റോർ ആയിക്കോളും. റെഡി? അപ്പോൾ മക്കൾ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓർത്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, മിസ്സേ ഇന്ന പോർഷൻ മനസ്സിലാവുന്നില്ല, ഇന്നൊരു കാര്യത്തിനെ കുറിച്ച് ലൈവ് വേണം, അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ താഴത്ത് കമന്റ് ആയിട്ട് പറയാം. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവരും വരട്ടെ. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.